നമ്മൾ എല്ലാ കാര്യവും അവസാനം തീരുമാനാക്കും. എന്താ അവസാനം തീരുമാനാക്കുക പറഞ്ഞാല്, ചെറുക്കൻ 10ാം ക്ലാസ് പഠിച്ച് 9 A+ ഉണ്ട് അല്ലെങ്കിൽ 10 A+ ഉണ്ട് എന്ന് കൂട്ടിക്കോളി. ഓനെ +1 പറഞ്ഞേക്കണം, സയൻസ് തന്നെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചുരുങ്ങിയത് കൊമേഴ്സ് എങ്കിലും എടുത്തിട്ട് ഓൻ അങ്ങനെ ഡിഗ്രി ഒക്കെ ചെയ്ത് B.Ed ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഡോക്ടറായി എഞ്ചിനീയറായി അങ്ങനെ പോട്ടെ, അതൊക്കെ ആവശ്യമുള്ള തന്നെ. കഷ്ടിച്ച് ഇങ്ങനെ C+ഉം C-യും ഒക്കെ കൂടി ആയിട്ട് ഇങ്ങനെ കഴിച്ചിലേക്കുകയാണെങ്കിൽ പിന്നെ അയിമ വല്ലാതെ മെനക്കെട്ടിട്ട് കാര്യമില്ല എന്ന് തോന്നുമ്പോൾ ബാപ്പിയും കൂടിയും ഉമ്മയും കൂടിയും കൂടി ആലോചിച്ചിട്ട് കുട്ടീനെ എന്ത് ചെയ്യണം, വല്ല സൂപ്പർ മാർക്കറ്റിലോ കോഴിപ്പീടിയിലോ സൈക്കിൾ ഷാപ്പിലോ എവിടെയും കൊണ്ടാക്കണം. ആദ്യം സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടാക്കുക. നേരെ ആകുകയാണെങ്കിൽ സംഗതി ഉഷാർ തന്നെയാണത്. കാരണം ഈ ജൂനിയേഴ്സിന് പ്രയാസമുള്ള ജോലിയാണ് കൊടുക്കുക എവിടെയാണെങ്കിലും. അതിനിപ്പോൾ അബ്ദുൽ ബാരി ഓൻ്റെ ഒപ്പം പിന്നെ വയറിങ്ങിന് കൊണ്ടുപോവുകയാണെങ്കിലും ശരി, ജൂനിയേഴ്സിന് എപ്പോഴും പ്രയാസമുള്ള ജോലികളാണ് കൊടുക്കുക. അപ്പോ സൂപ്പർ മാർക്കറ്റിൽ ചെന്നാലും പ്രയാസമുള്ള ജോലിയാണ് ആദ്യം കിട്ടുക. പിടിച്ചു നിന്നാല് കുറച്ച് കഴിയുമ്പോൾ മുതലാളി പറയും, ഞാൻ വരുന്നത് വരെ കൗണ്ടർ ഒന്ന് നോക്കൊണ്ടിട്ടോ എന്ന് പറയും. അതിൽ ഉഷാറായാൽ പിന്നെ പർച്ചേസിന് കൊണ്ടുപോകും. പർച്ചേസ് പഠിഞ്ഞാൽ കച്ചവടം പഠിഞ്ഞു. അങ്ങനെയാണ്. വിൽക്കലല്ല പ്രയാസമുള്ളത്, വാങ്ങലാ പ്രയാസം. വാങ്ങാൻ പഠിഞ്ഞാൽ വിൽക്കാൻ പഠിഞ്ഞു. അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വലിയൊരു സൂപ്പർ മാർക്കറ്റിന്റെ മുതലാളി ആവാൻ പറ്റും. നല്ലതാണ്. അത് വിജയിച്ചില്ല. അങ്ങനെ ഒരു 4 ദിവസം പോയി പഞ്ചാര ചാക്കൊക്കെ ഏറ്റാൻ വന്നപ്പോ വാപ്പാനോട് വന്നിട്ട് പറഞ്ഞു, ഇന്നെ കൊണ്ട് നടക്കൂല, പേരടി വേദനയാണ്. എന്നാ പിന്നെ അടുത്തത് കോഴിപ്പിടിക്ക് വിടാൻ പറ്റും. അതും വിജയിച്ചില്ലെങ്കിൽ അടുത്തത് സൈക്കിൾ ഷാപ്പിക്ക് വിടാൻ വേണ്ടി പറ്റും. ഒന്നും വിജയിക്കാതെ വരുമ്പോ വാപ്പിയും കൂടി ഇങ്ങനെ കൂടി ആലോചിച്ച് ഇനിയിപ്പോ നമ്മൾ ചെറുക്കൻ എന്താ കാട്ടുക. അതിൽ ഉമ്മ പറയും നമുക്ക് അവനെ ഓതാൻ കൊണ്ടാക്കാൻ. അതിൽ വാപ്പ പറയും ആയിക്കോട്ടെ ഒന്ന് മയ്യത്ത് സ്കരിക്കാനും കിടക്കട്ടെ. ആര്? ഈ ഏട്ടത്തല വെട്ടാൻ പറ്റാത്ത ഓനാള്ള ഞനക്ക് മയ്യത്ത് കരിച്ചേണ്ടത്. ആ തീരുമാനം ചെങ്ങായി ആദ്യം എടുത്തൂടെ? മൂത്തത് ആൺകുട്ടിയാണ്, അത് മയ്യത്ത് സ്കരിക്കാൻ കിടക്കട്ടെ, ഇനിയുള്ളത് ബാക്കി നമുക്ക് തീരുമാനം എടുക്കാം എന്നല്ലേ വേണ്ടത്? നമ്മൾ ആദ്യം എടുക്കേണ്ട പല തീരുമാനം അവസാനം എടുക്കുന്ന ആൾക്കാരാണ്. എന്നിട്ട് എന്താ ഇപ്പൊ ഇതൊക്കെ കൂടി ഇങ്ങനെ ആയി എന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ അന്തം വിട്ട് നടന്നിട്ട് എന്താ കാര്യം? അതുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി ചെയ്യണം. ഇതെന്താ പറയാൻ കാരണം വെച്ചാല് നമ്മുടെ നാട്ടിൽ ദർസുണ്ട്. ദർസ് നടന്നു പോകണമെങ്കിൽ കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടാവും, ഉറപ്പാണ് ഉണ്ടാവും എന്നുള്ളത്. കുട്ടികളാണ്, സ്വാഭാവികമല്ല. ഞമ്മക്കൊക്കെ കുട്ടികളില്ലേ, നമുക്ക് എല്ലാവർക്കും അറിയണമല്ല കുട്ടികളുടെ സ്വഭാവം എന്താണ്. അതുകൊണ്ട് രേഷം കുറഞ്ഞൊരു ക്ഷമയോടുകൂടെ ഒക്കെ കൈകാര്യം ചെയ്താൽ നാളെ ഉമ്മത്തിന് നേതൃത്വം നൽകുന്ന വലിയ വലിയ ആലിമീങ്ങൾ ഉണ്ടായി വരും. ഈ നാട് വലിയ വലിയ ആലിമീങ്ങൾ സൂഫിയാക്കന്മാരൊക്കെ സംഭാവന ചെയ്ത നാടാണ്. സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ എന്ന് പറഞ്ഞാല് ചില്ലറക്കാരനൊന്നല്ല. ദുആക്ക് ഇജാബത്തുള്ള രാത്രികൾ 5 എണ്ണാണ്. ദുആക്ക് ഇജാബത്തുള്ള രാത്രി 5 എണ്ണാണ്. ഒന്ന് ചെറിയ പെരുന്നാളിന്റെ രാത്രിയാണ്, ഒന്ന് വലിയ പെരുന്നാളിന്റെ രാത്രിയാണ്, ഒന്ന് വെള്ളിയാഴ്ചയുടെ രാവാണ്, ഒന്ന് റജബ് 27 രാത്രിയാണ്, മറ്റൊന്ന് ശഅബാൻ 15 രാത്രിയാണ്. അങ്ങനെ 5 രാത്രികളാണ് പ്രധാനമായും ദുആക്ക് ഇജാബത്തുള്ളത്. 2 ദുആക്ക് ഇജാബത്തുള്ള ദിവസം ഒരുമിച്ച് കൂടിയ ദിവസത്തിലാണ് മഹാനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. ഒന്ന് വലിയ പെരുന്നാളിന്റെ രാത്രി, ഒന്ന് ചെറിയ പെരുന്നാളിന്റെ രാത്രി, ഒന്ന് വെള്ളിയാഴ്ചയുടെ രാത്രി, ഒന്ന് ശഅബാൻ 1 രാത്രി, മറ്റൊന്ന് റജബ് 1 രാത്രി, ശഅബാൻ 15 രാത്രി. അതിൽ റജബ് 1 രാത്രിയും വെള്ളിയാഴ്ചയുടെ രാവും ഒരുമിച്ച് കൂടിയ ദിവസത്തിൽ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ വഫാത്തായി. വഫാത്താകുക എന്ന് പറഞ്ഞത് നമ്മൾ വിചാരിച്ച മാതിരിയൊന്നുമല്ല. പെരന്റെ ഉള്ളിന്ന് സലാം പറഞ്ഞുകാണ്ട് ഇറങ്ങി വന്നിട്ട് പൂമുഖത്തിരുന്നിട്ട് അൽ ഫാത്തിഹ എന്ന് പറഞ്ഞ് ദ്വാരന്നിട്ട് KPM ഹോസ്പിറ്റലിൽ പോയിട്ട് മരിച്ചിങ്ങാണ്ട് ഇങ്ങനെ പെരേക്കിന് പോകുന്ന ആളാണ് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞ ആള്. ഞാൻ മരിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു ചെയ്യുന്ന 2 പ്രധാനപ്പെട്ട നിഅമത്തുകളാണ്. ഒന്ന്, മരിക്കുന്നതിന് മുമ്പ് ഞാൻ മരിക്കുകയാണെന്ന് മനസ്സിലാകുക. 2, മരിക്കുന്നതിന് മുമ്പ് മനസ്സറിഞ്ഞ് തൗബ ചെയ്യാൻ അവസരം ഉണ്ടായിരിക്കുക എന്നത്. അത് 2 അനുഭവിച്ച ആളാണ് മഹാനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ എന്ന് പറയുന്ന ആള്. അതുകൊണ്ട് വലിയ വലിയ മഹാന്മാർക്കൊക്കെ ജന്മം നൽകാൻ, വിദ്യാഭ്യാസം നൽകാൻ ഭാഗ്യമുണ്ടായ ഒരു നാടാണിത്. നിലനിർത്താൻ നമുക്ക് കഴിയണം. പഴയ കാലം പോലെയല്ല, പുതിയ കാലത്ത് നിലനിർത്തണമെങ്കിൽ പുതിയ തലമുറയിലെ കുട്ടികളെ നമ്മൾ ഉൾക്കൊള്ളണം, എന്നാലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ കഴിയില്ല. ഞാൻ പറഞ്ഞ പുരോഗതിയിൽ 2ാമത്തെ ഒരു പുരോഗതി സൗകര്യപൂർവ്വം മാറ്റിവെച്ചതായിരുന്നു, അത് തഖ്വയാണ്. 7 പ്രധാനപ്പെട്ട പുരോഗതിയാണ് ഒരു മഹലിന്റെ പുരോഗതി എന്ന് പറഞ്ഞു. അതിൽ അവസാനം പറയാൻ വേണ്ടി മാറ്റിവെച്ച ഒന്നാണ്
രണ്ടാമത്തെ പുരോഗതി. ഒന്ന് ഈമാൻ, രണ്ട് തഖ്വ. എന്ത് തഖ്വ എന്ന് പറഞ്ഞാല് എല്ലാ വെള്ളിയാഴ്ച പള്ളിക്ക് ജുമഅക്ക് എന്നാലും ഖതീബ് ഓതുന്ന ഖുത്ബയിലെ വിഷയം ഊസികും ഇബാദല്ലാഹി വ ഇയ്യായ ബിത്തഖ്വല്ലാഹ്. നിങ്ങൾ പടച്ചോനെ പേടിക്കണം ട്ടോ എന്നാണ്. മുടങ്ങാതെ 4 മനുഷ്യന്മാരെ പേര് ഖതീബ് പറയും. എല്ലാ വെള്ളിയാഴ്ചയും മുടങ്ങാതെ 4 മനുഷ്യന്മാരെ പേര് പറഞ്ഞുതരും. ഒന്ന് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, 2 സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, 3 സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, 4 സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. 4 മുത്തഖീങ്ങളാണത്. അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവി വഫാത്താകുന്ന സമയത്ത് പറയാണ്, ഫാത്തിമ ദ്വാരക്കണട്ടോ, നാളെ മഹ്ശറിൽ കോടാനുകോടി മനുഷ്യന്മാരെ മുമ്പിൽ വെച്ച് സബാനിയാക്കൾ എന്ന അള്ളാഹുവിന്റെ ശിക്ഷ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകള് സാധുവായ അലിയുടെ കൈകാലുകൾ കെട്ടിബന്ധിച്ചുകൊണ്ട് നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നത് ഫാത്തിമ നീ കണ്ടാൽ എന്റെ ഹബീബും നിന്റെ പിതാവുമായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എനിക്ക് വേണ്ടി ഒന്ന് റെക്കമെൻഡ് ചെയ്യണേ ഫാത്തിമ എന്ന് പറഞ്ഞ ആളാണ് സയ്യിദുന അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. മുത്തഖി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനയെ അംഗീകരിക്കുക, അള്ളാഹു വിരോധിച്ചതിനെ ഉപേക്ഷിക്കുക എന്നാണ്. ഞാൻ അത് പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള പ്രദേശത്തുള്ള മഹല്ലത്തിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളെ വലിയ മാറ്റായിട്ട് കാണുമ്പോഴേ മുത്തഖിങ്ങളെ ഉണ്ടാക്കാൻ നമുക്ക് കഴിയുള്ളൂ. ഞാൻ ഈ പറഞ്ഞ ആശയങ്ങൾക്ക് മനസ്സിലായാൽ വലിയ കാര്യമാണ്. ചെറിയ മാറ്റത്തെ വലിയ മാറ്റമായിട്ട് കാണാം. റബീഉൽ അവ്വൽ 12 കുട്ടികളൊക്കെ സജീവാണ്. അപ്പൊ ചില ആൾക്കാർ പറയും, എന്താ ഇപ്പൊ റബീഉൽ അവ്വൽ 12 മാത്രം സജീവായിട്ട് കാര്യമുണ്ട്. കാരണം റബീഉൽ അവ്വൽ 12 മുത്തുനബിയുടെ ജന്മദിനത്തിന് സജീവമാവുക എന്ന് പറയുന്നത് ഇഷ്കാണ്, അത് മഹബത്താണ്, അത് ഈമാനാണ്. ഈമാനില്ലാത്ത അമല് കൊണ്ട് പ്രയോജനമില്ല. അതേ സമയത്ത് അമലില്ലാത്ത ഈമാൻ കൊണ്ട് പ്രയോജനമുണ്ട്. നിസ്കരിച്ചില്ലെങ്കിൽ കാഫിറാവൂല, ഫാസിഖയാവുള്ളൂ. നിസ്കാരം നിഷേധിച്ചാൽ കാഫിറാകും. നിസ്കാരം വിശ്വസിച്ചാൽ ആള് മുസ്ലിമാണ്. നിസ്കരിച്ചില്ലെങ്കിൽ ഈ ഇസ്ലാം എന്ന് പുറത്തു പോകൂല. തെമ്മാടിത്തരമാണ് ചെയ്തത്, ഹറാമാകുമെന്നേ ഉള്ളൂ. അതുകൊണ്ട് റബീഉൽ അവ്വൽ 12 താല്പര്യം എന്ന് പറയുന്നത് ഈമാനാണ്. ഈമാൻ വളരെ പ്രധാനപ്പെട്ടതല്ലേ. ചെറിയ മാറ്റങ്ങളെ വലിയ മാറ്റങ്ങളായിട്ട് ഉൾക്കൊള്ളുക. ചെറിയ ചെറിയ മാറ്റം. എന്താ മാറ്റം? ട്രൗസർ ഇട്ടുകാണ്ട് നടക്കുന്ന ആളാ. വിരുന്നേരം വന്നപ്പോ അതിന്റെ മേലെ ഒരു തുണിയും കൂടി എടുത്തു. അൽഹംദുലില്ലാ, മാറ്റം തന്നെയാണ് കേട്ടോ എന്ന് പറയാൻ നമുക്ക് കഴിയണം. അതാണ് ചെറിയ മാറ്റം എന്ന് പറയുന്നത്. പടിഞ്ഞാട്ട് ഉന്തിട്ടാലും കേക്കോട്ടെ വിഗുള്ളൂ. 25 വെള്ളിയാഴ്ച വന്നപ്പോ രാവിലെ തന്നെ വന്നു അൽഹംദുലില്ലാ എന്ന് പറയുന്ന ഖൽബ് നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഉമ്മത്തിന്റെ തഖ്വക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. ചെറിയ മാറ്റങ്ങളെ വലിയ വലിയ മാറ്റങ്ങളായിട്ട് കാണാൻ നമുക്ക് കഴിയണം. അൽഹംദുലില്ലാ, ഇത്രയും മനോഹരമായ ഒരു മഹല്ല് സംഗമം നടന്നില്ലേ? അൽഹംദുലില്ലാ എന്ന് മനസ്സറിഞ്ഞ് നമ്മൾ പറയണം. ഒരു മാറ്റം തന്നെ അല്ലത്. ചെറിയ ചെറിയ മാറ്റങ്ങളെ വലിയ മാറ്റങ്ങളായി ഉൾക്കൊണ്ട് സപ്പോർട്ട് ചെയ്ത് അതിൻ്റെ കൂടെ നിന്ന് അങ്ങനെ വലുതാക്കി വലുതാക്കി കൊണ്ടുവരാൻ കഴിഞ്ഞാലേ വരുന്ന തലമുറക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് കഴിയുള്ളൂ. പണ്ടൊന്നും ഇങ്ങനെ ഇരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നാൽ അവിടെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് സംഗതി. അതുകൊണ്ട് അവർക്കുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, ടർഫിക്ക് കളിക്കാൻ പോകും. ടർഫിക്ക് കളിക്കാനൊക്കെ പോകും. മഗ്രിബ് ബാങ്ക് കൊടുത്തപ്പോൾ പോന്നു. അൽഹംദുലില്ലാ, മാറ്റം തന്നെയാണ് എന്ന് പറയാൻ നമുക്ക് കഴിയുക. അതാണ് സംഗതി. അപ്പൊ അതുകൊണ്ട് ചെറുപ്പക്കാരില് അല്ലെങ്കിലും ചെറുപ്പക്കാരല്ല കേടുന്നിട്ടുള്ളത്, വയസ്സന്മാരാ കേടുന്നിക്കണേ. ചെറുപ്പക്കാർക്ക് ഒരു കുഴപ്പമില്ല. റമദാൻ മാസമായാലും അങ്ങാടിത്തെ പള്ളിയില് ഹൗലക്ക് വെള്ളം അടിച്ചാലും തികയാത്തത് വയസ്സന്മാര് കയറി നിക്കരിച്ചിട്ടല്ല, ചെറുപ്പക്കാര് കയറി നിക്കരിച്ചിട്ട് തന്നെയാണ്. ചെറുക്കന്മാരൊക്കെ വളരെ ഉഷാറാണ്. നമ്മൾ ഇനി ഓരോന്ന് സപ്പോർട്ട് ചെയ്ത് ഓലെ കൂടെ നിന്ന് ഒന്നുള്ളതിന് അംഗീകാരം കൊടുത്തിട്ട് നല്ലൾക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? ഏറ്റവും പുരോഗതി ഉണ്ടാവും. അതുകൊണ്ട് മഹലിന്റെ പുരോഗതിക്ക് വേണ്ടി എല്ലാവരും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും സഹായിക്കുകയും സഹകരിക്കുകയും വേണം. ഇസ്ലാം ദീൻ എന്ന് പറയുന്നത് പള്ളിയെ ആശ്രയിച്ചാണ് നിലനിന്നിട്ടുള്ളത്.
ഒരു കാലത്ത് അങ്ങനെയാണ്, എക്കാലത്തും അങ്ങനെയാണ്. ആളുകൾക്ക് എന്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടാലും വിശ്വാസം നഷ്ടപ്പെടാതെ നിലകൊള്ളുന്നത് മഹല്ല് സംവിധാനത്തിലാണ്. അതുകൊണ്ട് മഹല്ല് സംവിധാനത്തിൽ എല്ലാവരും അടിയുറച്ചുകൊണ്ട് നിലനിൽക്കണം. അതിനുവേണ്ടി എല്ലാവരും സഹായിക്കുകയും സഹകരിക്കുകയും വേണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. ഇസ്ലാം ദീനിന്റെ വിശ്വാസങ്ങൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശങ്ങൾ അത് കൈമോശം വന്നു പോകാതെ അടുത്ത തലമുറക്ക് കൈമാറാൻ നമുക്ക് സാധ്യമാവണം.